ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ശരിക്കുള്ള കാവൽക്കാർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ കോടതികളോ ബുദ്ധിജീവികളോ മാധ്യമങ്ങളോ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കി തന്ന ആഴ്ചയാണ് കടന്നുപോയത്. ഡൽഹിയിലെ വോട്ടർമാർ പാഠം പഠിപ്പിച്ചത് ഇക്കൂട്ടരെ എല്ലാം കൂടിയാണ്. ഒരിക്കൽ കൂടി രാഷ്ട്രീയ നിരീക്ഷകരും തിരഞ്ഞെടുപ്പ് പ്രവചനക്കാരുമെല്ലാം വോട്ടർമാർക്ക് മുന്നിൽ തോറ്റു തുന്നം പാടി. തോൽവിയുടെ പിന്നിലെ ചിരിക്കഥകളിലേക്ക് തിരുവാതിരവായിലേക്ക് സ്വാഗതം. ലോകത്ത് ഓരോ മനുഷ്യനും ചുരുങ്ങിയത് ഒരു കാര്യമെങ്കിലും വെളിപ്പെടുത്താനുണ്ടാകും. കേരളത്തിലാകുമ്പോൾ ഇത് 1000 കാര്യമെങ്കിലും ആകും. ഓരോ ദിവസവും ഒരുപാട് വെളിപ്പെടുത്തലുകൾ കേൾക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് മലയാളികൾ. അതിന് തന്നെ സീസണുമുണ്ട്. ചിലപ്പോൾ രാഷ്ട്രീയക്കാർ, ചിലപ്പോൾ വനിതകൾ, ചിലപ്പോൾ കുറ്റവാളികൾ, അങ്ങനെ ഓരോ സമയത്ത് ഓരോരുത്തരാണ് വെളിപ്പെടുത്തലുകളുമായി വരുന്നത്. ഇപ്പോൾ വ്യവസായികളുടെ, പ്രത്യേകിച്ച് മദ്യവ്യവസായികളുടെ വെളിപ്പെടുത്തലുകളുടെ സമയമാണ്. ലോക മദ്യവിരുദ്ധ മുന്നണി നേതാവ് VM സുധീരനാണ് തന്നെപ്പറ്റി തന്നെയുള്ള ചില വെളിപ്പെടുത്തലുകൾക്ക് ഇത്തവണ കളമൊരുക്കിയത്. അരുവിപ്പുറത്ത് സുധീരൻ്റെ ഒപ്പം വേദി പങ്കിടാൻ ഗോകുലം ഗോപാലൻ ധൈര്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു പ്രകോപനമുണ്ടായത്. ഗാന്ധിയൻ പാരമ്പര്യം അണുവിട വിടാതെ ആദർശം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രകൃതി സ്നേഹിയും മദ്യവർജന ഫോറത്തിന്റെ പ്രസിഡന്റും തികഞ്ഞ ഗാന്ധിയനുമായ ശ്രീ മാധവൻ നായർ സ്വന്തം ചർക്കയിൽ സ്വയം നൂൽക്കുന്ന നൂൽ കൊണ്ട് നെയ്യുന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ എന്ന നഗ്നസത്യം നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ശ്രീ ഗോകുലം ഗോപാലിനെ പോലുള്ളവരുടെ സാന്നിധ്യം ഞാനിവിടെ കാണുന്നത്. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഞാൻ ചെയ്യാറ് ഇങ്ങനെയുള്ള ബിസിനസ് നടത്തുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ ഞാൻ ഒഴിവായി പോകാറാണ് പതിവ്. ഇന്ന് നോട്ടീസ് കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുത്തത്. ഈ വെള്ളിയാഴ്ച തന്നെ എറണാകുളത്ത് 3 നിരാഹാര സത്യാഗ്രഹമുണ്ട്. കോഴിക്കോട് വേറെയും. അല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് പട്ടിണി കിടക്കുന്നത് ശരീരത്തിന് ക്ഷീണമല്ലേ? എന്നെ കണ്ടിട്ട് അങ്ങനെ ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ? ഏയ്, അതില്ല. അതൊരു ട്രേഡ് സീക്രട്ടാ. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെങ്കിലും ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഈ മദ്യവിൽപ്പന പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടത് ആവശ്യമാണ്. ഈ പുരസ്കാരം ഞാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങിയാൽ എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ? മറ്റുള്ളവർ സത്യാവസ്ഥ തുറന്നു പറയില്ല, ഞാൻ പറയും. അതാണ് എന്റെ സത്യസന്ധത. സ്വാമിമാരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ശ്രീനാരായണ ധർമ്മം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, സന്ദർഭങ്ങൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതെ പോകരുത്. അത് നിങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. യഥാർത്ഥത്തിൽ മദ്യപിക്കുന്നവരും മദ്യ കച്ചവടം നടത്തുന്നവരുമാണ് സുധീരനെ ബഹിഷ്കരിക്കേണ്ടിയിരുന്നത്. അവരാണ് സുധീരൻ്റെ ഒപ്പം വേദി പങ്കിടില്ലെന്ന് വാശി പിടിക്കേണ്ടിയിരുന്നത്. കാരണം അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കാനാണ് VM സുധീരൻ ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സുധീരനെതിരെ ഒരു പ്രതിഷേധ പ്രസ്താവന പോലും ഇറക്കാത്തത് മദ്യസ്നേഹികളുടെ മഹാമനസ്കത. ഇത്രയെല്ലാം ചെയ്തിട്ടും സുധീരനാണ് മുറുമുറുപ്പ്. അരുവിപ്പുറം പ്രഖ്യാപനം എന്ന പേരിൽ ഇതിനകം വിശ്വവിഖ്യാതമായി കഴിഞ്ഞ സുധീരൻ്റെ മുറുമുറുപ്പുകൾ കുറേ വെളിപ്പെടുത്തലുകൾക്ക് തുടക്കമിടുകയായിരുന്നു. പൂർവാശ്രമത്തിൽ സുധീരൻ്റെ സ്പോൺസർമാർ പേരുകേട്ട കള്ള് കച്ചവടക്കാരായിരുന്നു എന്ന് വെളിപ്പെടുത്തലുകളുടെ ആദ്യ ഭാഗത്തിൽ പറയുന്നു. ഞാനൊരു ഗാന്ധിയനല്ലേ മോളെ? ഒരു ഗാന്ധിയൻ അധികം ദിവസവും ആരുടെയും ഔദാര്യം സ്വീകരിക്കാൻ പാടില്ല എന്ന് മഹാത്മജി നമ്മെ പഠിപ്പിച്ചത് നീ മറന്നോ മോളെ? തൃശ്ശൂരിലെ രാഘവനെ പോലെ മാന്യ വ്യക്തികൾ അതൊക്കെ മദ്യ വ്യവസായം ചെയ്യുന്നത് ശരിയാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് രാഘവൻ എന്ന ഒരാളെ ഒരു ഔദാര്യം എന്നല്ല, വളരെ സ്നേഹിച്ചുകൊണ്ട് സുധീരനെ വളർത്തുപുത്രനെ പോലെ അദ്ദേഹത്തെ നോക്കി രക്ഷപ്പെടുത്തുക. അതായത് ഇന്ന് കാണുന്ന സുധീരനാക്കിയത് രാഘവനെ പോലത്തെ ആളുകളാണ്. അയാളെ മദ്യ വ്യവസായം എന്ന് മാത്രം പ്രവചിക്കാൻ എനിക്കറിയില്ല. ഗാന്ധിയനായതുകൊണ്ട് കാൽനടയായിട്ട് പോകാനായിരിക്കും മാഷിന് താല്പര്യം ഇല്ലേ? ഇത് ഫോറിൻ കാറാണോ? അല്ല, ഇന്ത്യന്. അപ്പൊ ധൈര്യമായിട്ട് കയറാം. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്നേ മഹാത്മജി ആഹ്വാനം ചെയ്തിട്ടുള്ളൂ. തൃശ്ശൂർ വരുമ്പോൾ TN പ്രതാപൻ ആവശ്യപ്പെട്ട പ്രകാരം വണ്ടി പോയിട്ടുണ്ട്. അതങ്ങൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. പലരെയും വണ്ടികളും ഉപയോഗിച്ചിരുന്നു, എൻ്റെ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കഴിക്കാമല്ലോ മാഷെ? കഴിക്കുന്നവർ കഴിച്ചോട്ടെ. എല്ലാവരും കുടി നിർത്തിയാൽ പിന്നെ ഞങ്ങളുടെ സംഘടന പിരിച്ചുവിടേണ്ടി വരില്ലേ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല. ആര് നടത്തിയാലും അത് കുടുംബാംഗങ്ങളല്ല, അത് അതിലപ്പുറമുള്ളവരല്ല, സ്നേഹിതരല്ല, ആര് നടത്തിയാലും അവരത് ഉപേക്ഷിക്കണം എന്ന നിലപാടിൽ എനിക്ക് യാതൊരു മാറ്റവുമില്ല. തുറന്ന് ചോദിക്കുന്നുണ്ട്, വേറെ ഒന്നും തോന്നരുത്. ഈ മദ്യവർജനം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, സാറിന് എന്ത് കിട്ടും? വെള്ളമടി നടക്കും. മദ്യ വ്യവസായികൾ സംഘടനയ്ക്ക് തരുന്ന സംഭാവന കൊണ്ട് യാത്രാ ചെലവും വെള്ളമടിയും നടക്കും. നാരങ്ങ വെള്ളം അതിന് യാത്രയിൽ
ഞാൻ വടകര മുതൽ തിരുവനന്തപുരമുള്ള എല്ലാ യാത്രക്കും ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. അത് അയാളല്ല ഉപയോഗിക്കുന്നത്. അയാൾ കോൺഗ്രസിൻ്റെ മേധാവിയാണ്. അയാൾ നേരിട്ട് വന്ന് ചോദിക്കുന്നില്ല. എത്ര രൂപ ഒന്നും ഞാൻ ഇപ്പം പറയാൻ തയ്യാറില്ല. ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അതല്ല, ഞാൻ അത് പറയേണ്ട കാര്യമില്ല. മദ്യവർജന സമിതിക്ക് മദ്യ വ്യവസായികളാണോ സംഭാവന വരുന്നത്? പിന്നല്ലാതെ ഞങ്ങൾ ഓരോ സമരങ്ങളും ജാഥകളും സംഘടിപ്പിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ എത്ര തവണയാ മദ്യം മദ്യം എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്നത്? മദ്യത്തിന് ഇതിൽ പരം ഒരു പബ്ലിസിറ്റി കിട്ടാനുണ്ടോ? ശരി, അതിനവര് സംഭാവന തന്നേ പറ്റൂ. ഇതിലും വലുതാണ് വെളിപ്പെടുത്തലിന്റെ രണ്ടാം ഭാഗം. VM സുധീരൻ തന്നെ മദ്യപിക്കുന്ന ആളായിരുന്നു എന്നാണ് ഗോകുലത്തിലെ ഗോപാലൻ ആരോപിച്ചത്. ആഗോളതലത്തിൽ പേരുകേട്ട കുടിയൻ വർഗമായ കേരളത്തിൽ നിന്ന് ഒരാളുടെ പേര് പറഞ്ഞ് അയാൾ മദ്യപാനിയായിരുന്നു എന്ന് ആരോപിച്ചാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല. പക്ഷേ ഇത് സുധീരനെ പറ്റിയാണ്, മദ്യപാനികളുടെ പേടി സ്വപ്നമായ സുധീരനെ പറ്റി. ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ? തുറന്നു പറയണം, സാർ ഇതുവരെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ലേ? ഒരു തുള്ളി കഴിച്ചാൽ എന്തെങ്കിലും ആവൂടാ കഴുതേ. 1.5 കുപ്പി വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അകത്താക്കിയിട്ടുണ്ട്. ഇപ്പം മദ്യം കഴിക്കാറില്ല, അതെനിക്കറിയാം. മദ്യപാനി ആയിരുന്നു. അത് മദ്യപാനി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം കഴിക്കുന്നില്ല. ശരിയാണ്. മദ്യത്തിനെതിരെ പോരാടാനുള്ള ആവേശം അന്നാണ് എനിക്കുണ്ടായത്. ഉള്ളത് പറഞ്ഞാൽ അന്ന് തോന്നിയ ആവേശം സത്യത്തിൽ എനിക്കിപ്പില്ല. അത് സാർ ഇപ്പൊ കഴിക്കാത്തോണ്ടാ. വല്ലപ്പോഴും 1-2 പെഗ് വീശണം. അനാവശ്യം പുലമ്പരുത്. കുടിച്ചു തുടങ്ങിയാൽ പെഗ്ഗിൽ തീരത്തില്ല, കുപ്പിയിലേ നിൽക്കൂ. ഇന്നത്തെ വിലക്ക് നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റുമോ? വാസ്തവം, പുതിയ മിനിസ്റ്റർ വന്നിട്ടും വിലയിൽ കുറവൊന്നും ഇല്ലല്ലോ. അദ്ദേഹം പിന്നെ ലിക്കറൊക്കെ പടിഞ്ഞാറാന്ന് തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം കഴിച്ചിരുന്ന ആളാണ്. പക്ഷെ അന്ന് അയാൾ കഴിച്ചിട്ട് ഇന്നാൾ കഴിക്കുന്നില്ല. പിന്നെ സാർ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാതിരിക്കാൻ കമ്പനി തരണമെന്ന് പറഞ്ഞിട്ടാ മഹേഷ് പോയത്. അതാ ഞാൻ വന്നത്. എന്താ? അതെ, നേരെ ഇത്രയല്ലേ ആയുള്ളൂ. ഇപ്പൊ തന്നെ തുടങ്ങണോ? എന്ത്? ഞാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നു, ഏതൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നാട്ടുകാർ കാണുന്ന കാര്യമാണ്. അവരൊക്കെ അന്വേഷിക്കട്ടെ, ഗവേഷണം നടത്തട്ടെ. ഗവേഷണം നടത്തി വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള ഈ തരം വില കുറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ മുതിരുന്നില്ല. പകലെങ്കിലും നിരോധനം ഏർപ്പെടുത്താന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കില്ല. സോഡ നിർബന്ധം ഉണ്ടാവോ ആവോ? മോളെ 2 ഗ്ലാസ് ഇങ്ങനെ എടുത്തേ. ഞാനൊരു ബാറിൽ ലൈസൻസ് തന്നൊരു ബാറിൽ ഒരു ചെറിയൊരു ബാറിൽ ഞാൻ ഇരിക്കുമ്പോൾ അതിന് അയാൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ഈ ഇത്രയും കോടിക്കണക്ക് സമ്പാദിക്കുന്ന ഈ എക്സൈസ് വകുപ്പിൻ്റെ മന്ത്രി സമ്പാദിക്കുന്ന വെച്ചാൽ ഗവൺമെൻറ്റിലേക്ക് സമ്പാദിക്കുന്ന എക്സൈസ് മന്ത്രിൻ്റെ കൂടെ ഇയാൾ എങ്ങനെ ഇരിക്കാൻ പറ്റുക? അയാൾക്ക് എന്താ യോഗ്യത? ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കരുത്. കള്ളു കച്ചവടക്കാർ എന്തും പറയും എന്ന സാധാ ന്യായം പറഞ്ഞ് സുധീരൻ ഓടിപ്പോയി കളയരുത്. ആരോപണം അസത്യമാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ചീത്തപ്പേര് കൽപ്പിച്ചിരിക്കുന്നത് ചില്ലറക്കാരനല്ല, സമുദായ നേതാവും പ്രമുഖ വ്യാപാരിയുമാണ്. 10-20 കോടി രൂപയെങ്കിലും മാനനഷ്ടം ചോദിക്കാം. കേസ് ജയിച്ചാൽ കിട്ടുന്ന പണം കൊണ്ട് നല്ലൊരു ലഹരിമുക്ത കേന്ദ്രം ആരംഭിക്കാം. വെറുതെ വിട്ടുകളഞ്ഞാൽ നാളെ വേറെ ആരെങ്കിലും സുധീരൻ കഞ്ചാവും വലിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരും. അതുപോലെ ഗോകുലം ഗോപാലനും തെളിവുകൾ ഹാജരാക്കണം. സുധീരൻ മദ്യപിച്ചതിൻ്റെ ബില്ല്, മദ്യപിച്ച് പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിയോ കാസറ്റ്, വാളുവെച്ചതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ CD ഒക്കെ ഹാജരാക്കണം. സംഗതി ഒന്നുകൂടി ഉഷാറാക്കണം. ആരോപണം തെളിയിച്ചില്ലെങ്കിൽ ആത്മഹത്യ എന്ന ബിജു രമേശിന്റെ മാനദണ്ഡവും പരീക്ഷിക്കാവുന്നതാണ്. മഹാത്മാരെ പറ്റി പറയാൻ അണികൾക്ക് അവകാശമുണ്ട്. എന്താ വേണ്ടേന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇനിയുണ്ടോ വലുതും പറയാൻ? ദേശീയ ഗെയിംസിന്റെ സമാപന ചടങ്ങിനെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഡൽഹി തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ അവസ്ഥയായി. സീറ്റില്ലാത്ത അവസ്ഥ. മുഖ്യമന്ത്രിക്കൊപ്പം ഞെളിഞ്ഞിരിക്കേണ്ട സ്പോർട്സ് മന്ത്രിക്ക് താഴെ മൂലയിലെവിടെയോ കസേര. 1-ാം നിരയിൽ കസേര കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് തിരുവഞ്ചൂർ തന്നെ വിളിച്ചു കൊണ്ടുവന്ന മന്ത്രിമാർക്കും അതുതന്നെ അവസ്ഥ. എനിക്കൊരു ദുഃഖമുണ്ട്. ആ 2 പേരെ അങ്ങനെ താഴെ ഇരുത്തണ്ടായിരുന്നു, അവരെ കൂടെ മേളിൽ ഇരുത്തണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അത് അവർ താഴെ തന്നെ ആയിപ്പോയി. അതുകൊണ്ട് ഞാനും ഒരു കാര്യം ചെയ്തു. നമ്മളും ഒരു കാര്യത്തിനകത്ത് ഒരു സ്വയം സംതൃപ്തി അടഞ്ഞ് ഞാനും ഈ കൂടെ നിന്നു. അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് വരെ ഇതെല്ലാം കാണാനും പറ്റി. നിങ്ങൾ കരുതി തിളങ്ങുന്ന സ്ഥലത്ത് തന്നെ കണ്ടില്ല എന്തായിരിക്കും? അതെന്തിനാ എന്നെ പോലെ ഒരാൾ? അത് ജനങ്ങൾ എന്നെ ശ്രദ്ധിക്കാതെ പോയതാ. ഞാനൊരു പാവല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാതിരുന്ന. ഞാൻ ആ പുറകിലുണ്ടായിരുന്നു. താനും വേണമെങ്കിൽ പോയി പിന്നിലിരുന്നോ.
ഞാൻ അവരെ മേളിലിരുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ മേളിൽ പല ആളുകളെ കാണാൻ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റേഡിയത്തിൽ തന്നെ പല ആളുകളെ കാണാൻ വേണ്ടി ഞാൻ അവരെ റിസീവ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ പോയതാണ്. പക്ഷെ മടങ്ങി വന്നപ്പോൾ അവർ രണ്ടാൾ താഴെ ഇരിക്കുന്ന കണ്ടു. നന്ദി കിട്ടാ ജോലികൾ ചെയ്യുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ തലവിധി. റവന്യൂ വകുപ്പ് ഭരിച്ച് കേരളത്തെ ഭൂരഹിതരില്ലാത്ത സംസ്ഥാനമാക്കാൻ എല്ലാം റെഡിയാക്കിയപ്പോഴാണ് ആഭ്യന്തരത്തിലേക്ക് മാറ്റിയത്. TP കേസ് ഉൾപ്പെടെയുള്ള തലവേദനകൾ നേരിട്ട് കഴിഞ്ഞപ്പോഴാണ് സ്പോർട്സിൽ എത്തിച്ചത്. ഇപ്പോഴിതാ ഗെയിംസ് നടത്തി തീർന്നപ്പോൾ നന്ദികേട് വീണ്ടും തിരുവഞ്ചൂരിനെ തേടി വന്നിരിക്കുന്നു. സീറ്റ് ഇല്ലാത്തത് പോയിട്ട് കൂവലും പരിഹാസവും വേറെയും കേൾക്കേണ്ടി വന്നു. സമാപന സമ്മേളനത്തിൽ 250 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുത്തി സ്ഥിരം കൂവൽ നടത്തിയവരുണ്ട്. എനിക്ക് അവരെക്കുറിച്ചൊരു അഭിപ്രായമില്ല. കാരണം അവരുടെ ഒരു സ്ഥിരം ജോലിയുടെ ഭാഗമാണ്. അവർ ആ തൊഴിലങ്ങ് ചെയ്തു പോകുന്നു, അത്രേ ഉള്ളൂ. അവരിങ്ങനെ ആ ഒരു ചെറിയ സെക്ടറിനകത്ത് ഇവിടെ തുടക്കത്തിലും അവർ ഒരു 10-250 പേരെ നേരത്തെ കൊണ്ട് കയറ്റിയിരുത്തി അവരോട് കൂവരാന്ന് പറഞ്ഞു. അവൻ അങ്ങ് കൂവി. നിർത്തണമെന്ന് പറഞ്ഞാൽ അവർ നിർത്തിയ, പക്ഷേ പറയേണ്ട ആളുകൾ പറയണ്ടേ, അത് പറയാത്തതുകൊണ്ട് അവർ കൂവിക്കൊണ്ടേയിരുന്നു. ഒരു കോർണറിൽ മാത്രം കൂടിയിട്ടുള്ള 250 പേര് അവർ കയറിയപ്പോൾ മുതലേ ഈ പണിയാണ്. അവരിറങ്ങുന്നവർ ആ പണി ചെയ്തുകൊണ്ടും ഇരുന്നു. നമുക്കൊരു കുഴപ്പമില്ല. എൻ്റെ പേര് പ്രാസംഗികരുടെ പേരിലുണ്ട്, എല്ലാ കാര്യത്തിലുണ്ട്. ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ട ആൾ. അപ്പോൾ പിന്നെ എൻ്റെ പേര് വേറൊരാൾ എഴുതേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഞാനിതിനെല്ലാം എഴുന്നള്ളി കിട്ടുന്ന ആദ്യത്തെ കസേരയിൽ വലുതായി കയറിയിരുന്ന് കാണിക്കുന്നൊരു ലംബ് സ്വഭാവം എനിക്കില്ല. എൻ്റെ സ്വഭാവം കുറേ വ്യത്യസ്തമാണ്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്കെങ്കിലും അറിയാവുന്ന എൻ്റെ വിശ്വാസം. ബാക്കിയുള്ളത് ഇടവേള കഴിഞ്ഞു. പൂർണ്ണ അർത്ഥത്തിൽ ഒരു സംസ്ഥാനം പോലുമല്ലാത്ത ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് ഒരു ആന കാര്യമാണെന്ന് നമ്മൾ ആരുമല്ല പറഞ്ഞത്. BJPയും അതിൻ്റെ തലവന്മാരായ മോദിയും അമിത്ഷായുമാണ്. പ്രധാനമന്ത്രിയായ ശേഷം രാഷ്ട്രത്തലവന്മാരോട് മാത്രം സംസാരിച്ചിരുന്ന നരേന്ദ്രമോദി റാലികളിൽ ഓടി നടന്ന് പ്രസംഗിച്ചു. നാട്ടിലെ സകല BJP നേതാക്കളെയും MP-മാരെയും തെരുവിലിറക്കി അമിത്ഷാ വോട്ട് പിടിച്ചു. ഒരാഴ്ച പിന്നിട്ട സംഗതിയായതിനാൽ സസ്പെൻസ് ഇടുന്നില്ല. എല്ലാം കണ്ടപ്പോൾ പഴയൊരു പുരാണ കഥയാണ് ഓർമ്മ വന്നത്. ഒരു തുള്ളൽ കഥയായി സംഗതി കണ്ടു നോക്കാം. പുരാണത്തിലൊരു കഥ ഞാൻ അവരെ ഓർമ്മിപ്പിക്കാം. പുരാണത്തിലൊരു കഥയുണ്ട്. ലോകത്തെ ഉറപ്പിക്കുന്ന ഒരു വലിയ ആളായിരുന്നു ഭീമൻ. അതിവേഗം ഗമിക്കുന്നു. ഭീമന് വലിയ ഗതിയുണ്ട് കേട്ടോ. ഭീമന്റെ ഗത ചുറ്റുമ്പോൾ ചില ആളുകൾ കൈജോടിച്ചതുണ്ട്. ഭീമന്റെ ഗതിയുണ്ട്. ആ ഗത ചുറ്റുകൊണ്ട് ഭീമൻ വരിക. വരുമ്പോൾ വഴിയിൽ കിടക്കുന്നു സാക്ഷാൽ ഹനുമാൻ. രാമദാസൻ മഹാവീരൻ കപീശ്വരൻ. मैं अकेला कुछ नहीं कर सकता, मैं बहुत छोटा आदमी हूँ. രാമദാസൻ മഹാവീരൻ കപീശ്വരൻ. ഹനുമാനെ കണ്ടോ പുച്ഛം. ഭീമൻ പറഞ്ഞു, മാറടോ കളവാകുന്നു. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, മർക്കടാ നീ അങ്ങു മാറിക്കിടാ ശഖ. मेरे मन में एक थोड़ी नाराजगी है आपके प्रति. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, മർക്കടാ നീ അങ്ങു മാറിക്കിടാ, എടാ മർക്കടാ നീ അങ്ങു മാറിക്കിടാ ശഖ, മർക്കടാ നീ അങ്ങു മാറിക്കിടാ ശഖ. ऐसे कोई राजनेता सोच सकते हैं भैया? अगर आपको एनआरकी करनी है, एनार्किस्ट हो तो जाकर के जंगलों में नक्सलवाद वालों के साथ जुड़ जाओ. वही तो वो कर रहे हैं. ഘടസ്ഥാനത്തു വന്നു ജയിപ്പാൻ, ഘടസ്ഥാനത്തു വന്നു ജയിപ്പാൻ, നിനക്കെടാ തോന്നുവാൻ എന്തെടാ സംഗതി. ഘടസ്ഥാനത്തു വന്നു ജയിപ്പാൻ, നിനക്കെടാ തോന്നുവാൻ എന്തെടാ സംഗതി. आप मुझे बताइए, दिल्ली का 1 साल बर्बाद हुआ कि नहीं हुआ? 1 साल तबाह हो गया कि नहीं हो गया? ये दिल्ली को जिन्होंने 1 साल बर्बाद किया उनको सजा करोगे कि नहीं करोगे? ഭക്തന്മാർ ചേർന്ന് വഷളാക്കിയ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് മോദിയുടെ കഥ. ആരാധകർ എന്തൊക്കെ പറഞ്ഞാലും താൻ ആരാണെന്ന് കുറഞ്ഞ പക്ഷം മോദിയെങ്കിലും മറക്കാൻ പാടില്ലായിരുന്നു. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യൽ മാത്രമാണ് ഭരണമെന്നും പ്രസംഗം കേട്ടും വേഷം കണ്ടും ജനം വോട്ട് ചെയ്യുമെന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു.
രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉടുപ്പിനും നടപ്പിനും ഇത്രയും സമയവും ശ്രദ്ധയും വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഭരിക്കാൻ സമയമുണ്ടാകില്ലെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ നാട്ടുകാർക്കുണ്ട്. സ്വന്തം പേരെഴുതിയ കോട്ടുമിട്ട് നടക്കുന്നയാളെ ഓർത്ത് ജനം ചിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണാവോ നാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക? നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കൊരങ്ങു നീ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു. जिन्होंने आपके भविष्य को 1 साल पीछे छोड़ दिया, उनको सजा करोगे कि नहीं करोगे? यही लोग हैं जिन्होंने दिल्ली को अस्थिर कर दिया है. കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ. दिल्ली को नक्सलवाद की लपेट में नहीं लाया जा सकता, दिल्ली को एनआरकी में नहीं लाया जा सकता. यहाँ सभ्य समाज रहता है, देश की राजनीति यहाँ से केंद्रित होती है. विश्व में दिल्ली की एक शान होनी चाहिए, उस शान को एनआरकी की तरफ नहीं जाने देना चाहिए भाई. ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ നിന്റെ ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ മരച്ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ മരച്ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്ത്. जिन्होंने दिल्ली को अस्थिर किया उनको कभी वो पनतने मत देना भाइयों बहनों. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ 30% പേരെ തൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തുള്ളൂ എന്ന കാര്യം മോദിയും സംഘവും മറന്നുപോയിരിക്കാം. അതിൽ തന്നെ മോദി സ്നേഹം കൊണ്ട് വോട്ട് ചെയ്തവരാണോ UPA വിരോധം കൊണ്ട് വോട്ട് ചെയ്തവരാണോ കൂടുതലെന്നും ആലോചിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അരവിന്ദ് കേജ്രിവാൾമാർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ഹരിമാൻ തളർന്നു കിടക്കാൻ ഹരിമാൻ പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട വയസ്സൻ, നിങ്ങൾ ആ വാല് മാറ്റങ്ങ് പോയിക്കോ. तो मेरी दिल्ली के सभी लोगों से अपील है, उन्हें पता है कि किस पार्टी ने बांटा है, किन पार्टियों ने बांटा है. उस पार्टी को बिल्कुल वोट ना दें जिन पार्टियों ने दारू और पैसा बांटा है. ഇത് വാല് മാറ്റാൻ ഗതിയല്ലേ, ഗത കൊണ്ട് വാല് മാറ്റാൻ പോവാ. വാല് മാറ്റാൻ പോകുമ്പോ ഇവന്റെ ഗതി ഒടിഞ്ഞു പോയി. അപ്പോഴാണ് സാക്ഷാൽ ഹരിമാൻ പറഞ്ഞത്, ഞെരിയും നെന്തടോ ഭീമ, എന്റെ ബാലോ നിന്റെ ഗതിയോ. मैं अरविंद केजरीवाल आज जो बीजेपी का हाल हुआ वो उनके अहंकार की वजह से हुआ. अगर हमने अहंकार किया तो यही सबक जनता हम लोगों को 5 साल के बाद सिखाएगी. കോൺഗ്രസിനെ പറ്റി ഒന്നും പറയാൻ പാടില്ലാത്തതാണ്. ശവത്തിൽ കുത്തുന്നത് ശിക്ഷാ നിയമമനുസരിച്ചും ധാർമ്മിക നിയമമനുസരിച്ചും കുറ്റകരമാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഡൽഹിയിൽ ആവശ്യത്തിലധികം കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിട്ടും ആരുടെ ബുദ്ധിയാണാവോ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും അവിടെ എത്തിച്ചത്? ഒരു
വർഷം കൊണ്ടൊരു പാർട്ടി, ആം ആദ്മി പാർട്ടി, 130 വർഷമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയാത്തത് 1 വർഷം കൊണ്ട് ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? കേജ്രിവാളിന് നമ്മൾ സമയം കൊടുത്തില്ലേ? കോൺഗ്രസ് പാർട്ടി സപ്പോർട്ടഡ് കേജ്രിവാൾ to become the chief minister of Delhi. क्या हुआ? राज कर पाया? उनको आगे लेके सरकार में काम करने का मौका हमने दिया है, कांग्रेस पार्टी ने दिया है. കോൺഗ്രസ് എന്നും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ജയത്തിൽ അഹങ്കരിക്കത്തില്ല, പരാജയത്തിൽ നിരാശപ്പെടുകയില്ല. ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വീണ്ടും ഇന്ത്യയിൽ തിരിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോരെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ കൂടി കൊണ്ടുവന്നാൽ മതി. പരാജയങ്ങൾ ആവശ്യത്തിനായ സ്ഥിതിക്ക് ഇനിയെങ്കിലും കോൺഗ്രസുകാർക്ക് തലച്ചോറിലെ കോശങ്ങൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങാവുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനോ? ഇനി കുറച്ചു കാലത്തേക്ക് ആ നശിച്ച ക്ലബിലേക്ക് പോണ്ടാട്ടാ. നാളെ ഒരു സൗജന്യ അരി വിതരണം നടത്തുന്നുണ്ട്. താൻ നാളെ ചെന്നിട്ട് അത് മേടിക്കടോ, ഓസിന് കിട്ടണല്ലേ, എന്നിട്ട് കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. BJPക്കെതിരായിട്ടുള്ള ഒരു തരംഗമായിരുന്നു BJPയെ പരാജയപ്പെടുത്തുക. അപ്പം ആ ഒരു തരംഗത്തില് കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകളും ഈ ആം പാർട്ടിക്ക് പോയിട്ടുണ്ട്. വണ്ടി ബാഹുലേന്റെ ഹോട്ടലിലേക്ക് പോട്ടെ. അതാ നല്ലത്. ഇനി കുറച്ചു ദിവസത്തേക്ക് ഒരു മുറി എടുത്ത് അവിടെ ഒളിച്ചിരിക്കാം. എന്താണ്ടാ യൂസഫേ നിന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ പൊട്ടാൻ കാരണം? അതിപ്പോ നമുക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയവരെ കുറിച്ച് അത്ര നല്ല പേരല്ല ഉള്ളത്. രണ്ടും നെഗറ്റീവായിരുന്നേ. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ലല്ലോ. ഒരു എഫക്റ്റീവ് ഓപ്പോസിഷൻ ആകാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. പരാജയത്തിൽ കോൺഗ്രസ് അങ്ങനെ പിന്നോക്കം പോണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് ആണ് ഓൾട്ടർനേറ്റീവ് എന്ന് കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കണമായിരുന്നു, പ്രത്യേകിച്ച് ഡൽഹിയിൽ. അത് സാധിക്കാത്തതുകൊണ്ടാണ് AIPയുടെ പുറകെ ആളുകൾ പോകേണ്ടി വന്നത്. ഞാൻ പറയണെങ്കില് നീ ഒന്നും പറയണ്ട. അവൻ പറയട്ടോ, നീ പറയടാ. പ്രാഞ്ചിയുടെ പ്രസംഗവും ആ വേഷവും അത് രണ്ടും കുഴപ്പമായി. അതില് കാര്യമുണ്ട് മെന്നെ. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രാഞ്ചിയേട്ടനെ നാട്ടുകാർക്ക് ഇഷ്ടം. മതിയടാ മതി. ഒരു ചീഫ് ഇലക്ഷൻ ഏജന്റിന്റെ പ്രയാസം നിനക്കറിയില്ല. Because we are now decimated to nil and from here we will work up. So we are quite confident that we can come back. തോറ്റോന്റെ വേദന തോറ്റോനെ അറിയൂ പുണ്യാളാ. കേജ്രിവാളിനും സർക്കാരിനും എല്ലാ ആശംസകളും നേരുന്നു. സർക്കാരിൽ ഉഴപ്പാൻ പ്രതിപക്ഷം ഭരണം തടസ്സപ്പെടുത്തുന്നു എന്ന ന്യായം പോലും അവർക്ക് പറയാനില്ലല്ലോ എന്നോർക്കുമ്പോൾ സഹതാപം തോന്നുന്നു. മോദി ഭീമനെ സ്വന്തം ഇമേജിന്റെ ഭാരം കുറയ്ക്കാൻ അല്പമെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ അതായിരിക്കും കേജ്രിവാളിന്റെ ഏറ്റവും വലിയ വിജയം. മാരുതപുത്രൻ മനോജൻ താരിവൻ എൻ്റെ അനുജൻ മാരുതപുത്രൻ ധനൂജന്മാർക്കൊരു കാലൻ ധനൂജന്മാർക്കൊരു കാലൻ മനോജാതം ക്ഷിതീതന്നിൽ ധനൂജന്മാർക്കൊരു കാലൻ മനോജാതൻ ക്ഷിതീതന്നിൽ. ഇന്നത്തെ തിരുവാതിര ഇവിടെ സമാപിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. യൂട്യൂബിലും മനോരമ ന്യൂസ് .com ഈ പരിപാടി കാണാം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.